വനാന്തര ഗ്രാമങ്ങളിൽ നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ സന്തോഷ ദിനങ്ങളാണ്. കർഷകർക്കിത് കൊയ്ത്തുത്സവം മാത്രമല്ല, വലിയൊരു പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. നെൽകൃഷി ഇറക്കി വിളവെടുക്കുന്നതുവരെ വന്യമൃഗങ്ങളുമായി നിരന്തരം കലഹിച്ചാണ് കർഷകർ വിള പരിപാലിച്ച് കൊയ്ത്തിന് തയ്യാറെടുക്കുന്നത്. ജില്ലയിലെ വനാന്തര ഗ്രാമങ്ങളിലെ നെൽപ്പാടങ്ങളിൽ സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞ് നെൽച്ചെടികൾ കൊയ്ത്തിന് പാകമായി നിൽക്കുകയാണ്. പലയിടങ്ങളിലും കൊയ്ത്തും ആരംഭിച്ചു. എന്നാൽ ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കൊയ്ത്തിന് പാകമാക്കിയത് വലിയൊരു പോരാട്ടത്തിലൂടെയാണ്. അത്തരമൊരു കഥയാണ് നൂൽപ്പുഴയിലെ മണിമുണ്ടയിലെ കർഷകർക്കും പറയാനുള്ളത്. കൃഷി ഇറക്കിയത് മുതൽ വിളവെടുക്കുന്നത് വരെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാവലിരുന്നാണ് കർഷകർ നെൽകൃഷിയെ സംരക്ഷിച്ചു പോരുന്നത്. രാത്രികാലങ്ങളിൽ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്താനായി കാവൽ നിൽക്കുന്ന കർഷകർക്ക് പകലും വിശ്രമമില്ല. ആന, കുരങ്ങ്, പന്നി, കിളി ഇതൊക്കെ കൊണ്ടുപോകും. അത് കഴിച്ചിട്ട് പോകണം ഇത് കൊയ്ത് ഞങ്ങൾക്ക് തിന്നാന്ന് വെച്ചെങ്കിൽ, അല്ലാണ്ട് ഇത് കിട്ടൂല. നെല്ല് കൊയ്തെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാവൽ ഈ രാത്രിയും പകലും നോക്കി കാവൽ കിടക്കണം, എന്നെങ്കിൽ അത് കിട്ടൂ, അല്ലെ കിട്ടൂല. കൂട്ടമായെത്തുന്ന വാനരന്മാരിൽ നിന്നും പക്ഷികൾ, പന്നിക്കൂട്ടം എന്നിവയിൽ നിന്നെല്ലാം നെൽകൃഷിയെ സംരക്ഷിക്കണം. ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിന്നാണ് കർഷകർ വിള സംരക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് കർഷകർക്ക് കൊയ്ത്തുനാളുകൾ. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി.